അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ താത്വികമായിട്ടുള്ള അടിസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ തുടർച്ച എന്ന നിലയിൽ നമ്മളിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ചോദ്യത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. വാട്ട് ഡു യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നീഡ്? അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നവർ എന്താണ് യഥാർത്ഥത്തിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മളിത് പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ്ങിൻ്റെ സവിശേഷതകൾ പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. റിലയബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി, അതായത് വിശ്വാസ്യത താരതമ്യത്തിന് ഉതകുന്നത്. അതായത് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കണം, വിശ്വാസ്യയോഗ്യമായിരിക്കണം. അതേപോലെ തന്നെ താരതമ്യത്തിന് കമ്പയറബിലിറ്റി ഉണ്ടായിരിക്കണം, താരതമ്യത്തിന് പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട രണ്ട് ഗുണങ്ങൾ. വേറെയും ഗുണങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ. അതായത് നമ്മൾക്ക് താരതമ്യത്തിന് ഉതകണം, മറ്റുള്ള സ്ഥാപനങ്ങളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റണം, സ്വന്തം പ്രകടനം മുൻകാലങ്ങളിലുള്ള സ്വന്തം പ്രകടനവുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് വേണ്ടത്? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ വിശ്വാസ്യതയും അതേപോലെ തന്നെ താരതമ്യത്തിന് ഉതകുന്ന ആ ഒരു അവസ്ഥയും വേണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? ഹൗ ഡു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ബിക്കം കമ്പയറബിൾ? എങ്ങനെയാണിത് കമ്പയറബിൾ ആവുന്നത്, താരതമ്യം പെടുത്താൻ സാധിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. വെൻ കൺസിസ്റ്റന്റ്, അതിന് എൻ്റെ ഉത്തരവ് ഇതാണ്. വെൻ കൺസിസ്റ്റന്റ് പോളിസീസ്, റൂൾസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ആർ ഫോളോഡ് ഇൻ ദി എൻറ്റയർ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്, ദിസ് കമ്പയറബിലിറ്റി ഓർ ദിസ് ക്വാളിറ്റി ഈസ് പോസിബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഈ പ്രക്രിയയിലുടനീളം എന്ന് പറയുമ്പോൾ എന്താണ് അക്കൗണ്ടിങ് പ്രക്രിയ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതായത് റെക്കോർഡിംഗ് മുതൽ, അല്ലേ, രേഖപ്പെടുത്തൽ മുതൽ അവസാനം നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് വരെയുള്ള ഒരു സംഗതികൾ, റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും സമറൈസേഷനും, അങ്ങനെ കുറേ സംഗതികൾ അതിനകത്ത് വരുന്നുണ്ട്. ഈ അക്കൗണ്ടിങ് പ്രോസസ്സ്, ഇതാണ് അക്കൗണ്ടിങ് പ്രോസസ്സ്. ഈ അക്കൗണ്ടിങ് പ്രോസസ്സിൽ മുഴുവനും, അല്ലെങ്കിൽ ആ അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ചില കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ചില പോളിസീസ്, നയങ്ങൾ, ചില റൂളുകൾ, ചില പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങൾ, ചില പ്രയോഗങ്ങൾ, അതായത് പ്രാക്ടീസസ്, ഇതെല്ലാം പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കമ്പയറബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് വേണ്ടുന്ന ഗുണത്തോടു കൂടി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ അക്കൗണ്ടിങ് അർത്ഥവത്താകുകയുള്ളൂ. ഈ ചില റൂളുകൾ, അതായത് നിയമങ്ങളും വ്യവസ്ഥകളും ഒന്നും ഇല്ലാത്ത സംഗതികൾ അർത്ഥവത്താകില്ലല്ലോ, അല്ലേ? നമ്മുടെ സമൂഹം തന്നെ നിലനിൽക്കുന്നത് ഈ പറയുന്ന നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. നിയമങ്ങളും വ്യവസ്ഥകളും ഇല്ലാത്ത ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എന്ത് സംഭവിക്കും? നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. നൂറുകണക്കിന് പ്രശ്നങ്ങളായിരിക്കും നമ്മൾ നേരിടുന്നത്, അല്ലേ? ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന നിയമങ്ങളും തത്വങ്ങളും എല്ലാം സമൂഹത്തിന് വേണം. അതേപോലെ തന്നെ അക്കൗണ്ടിങ് അതിൻ്റെ ചില അക്കൗണ്ടിങ്ങിൻ്റെ ഗുണസവിശേഷതകൾ പ്രകടിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന ചില നിയമങ്ങളും തത്വങ്ങളും ഒക്കെ പിന്തുടരേണ്ടതുണ്ട്. ഈ പറയുന്ന നിയമങ്ങൾ, തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പോളിസീസ്, റൂൾസിനെയൊക്കെയാണ് നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ അതാണ് അക്കൗണ്ടിങ്ങിന് യഥാർത്ഥത്തിൽ പ്രാമാണികമായിട്ടുള്ള അടിസ്ഥാനം നൽകുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോളിസീസും പ്രിൻസിപ്പിൾസും പ്രാക്ടീസും ഒക്കെയാണ് അക്കൗണ്ടിങ്ങിന് ഒരു തിയറി ബേസ് നൽകുന്നത്, അല്ലെങ്കിൽ പ്രാമാണിക അടിസ്ഥാനം നൽകുന്നത്. ഒരു സമൂഹത്തിന് ഈ പറയുന്ന ഏതെല്ലാം റൂൾസ്, റെഗുലേഷൻസ്, സമൂഹം എന്ന് മാത്രമല്ല, സംഘടനകളായാലും സമൂഹമായാലും പല നിയമങ്ങളുടെയും തത്വങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. അതേ രീതിയിലുള്ള നിയമങ്ങളും തത്വങ്ങളും അക്കൗണ്ടിങ്ങിനും ഉണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെതായ രീതിയിലുള്ള തത്വങ്ങളും നിയമങ്ങളും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ബേസ് എന്ന് പറയുന്നത്. അതാണ് അക്കൗണ്ടിങ്ങിനെ അർത്ഥവത്താക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് പൊതുവായി അംഗീകരിക്കപ്പെട്ട, സാമാന്യമായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണ്? അതിനെ നമ്മൾ ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. GAAP ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, സാമാന്യമായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിങ് തത്വങ്ങൾ എന്തെല്ലാമാണെന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗ്യാപ്പ് റെഫേഴ്സ് ടു ദി rules or guidelines adopted for recording and reporting
of business transactions in order to bring uniformity in preparation and presentation of financial statements. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിഫോമിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താണ്, എല്ലാം സമമായിരിക്കുന്ന ഒരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. ആ ഒരു യൂണിഫോമിറ്റി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ, ഒരു ഐക്യം വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐക്യരൂപം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ഈ പറയുന്ന വിവിധ സ്ഥാപനങ്ങൾ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നുണ്ട്, വിവിധ സ്ഥാപനങ്ങളോ വിവിധ വ്യക്തികളോ ഒക്കെ അക്കൗണ്ടിങ് തയ്യാറാക്കുമ്പോൾ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില നിയമങ്ങളും തത്വങ്ങളും ചില ഗൈഡ് ലൈൻസുകളും ഒക്കെ പിന്തുടർന്നാൽ മാത്രമേ ഈ പറയുന്ന അതിന് യൂണിഫോമിറ്റി കിട്ടുകയുള്ളൂ. അങ്ങനെ അക്കൗണ്ടിങ്ങിൽ ചില പൊതുവായിട്ട് പിന്തുടരപ്പെടുന്ന ചില നിയമങ്ങളും ഗൈഡ് ലൈൻസും ഒക്കെയുണ്ട്. റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എന്താണ്, നമ്മൾ അതിനെ മലയാളത്തിൽ അത് പറയുമ്പോൾ എന്ത് പറയും? മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയമാവലികൾ എന്നൊക്കെ പറയാം. പൊതുവായിട്ട് നമ്മൾ പിന്തുടരുന്ന മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയമാവലികൾ എന്നൊക്കെ പറയാം. അതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതൊരു വളരെ വലിയൊരു ടേമാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റുകൾ, കൺവെൻഷൻസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു വളരെ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സംഗതിയാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മളത് ചുരുക്കി ഇങ്ങനെയൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് എന്തെല്ലാമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഈ പറയുന്ന ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന് എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് അത് നമുക്ക് പറയുകയാണെങ്കിൽ, ഇവോൾവ്ഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഓൺ ദി ബേസിസ് ഓഫ് എക്സ്പീരിയൻസ്, കസ്റ്റം, എക്സ്പെരിമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് പ്രൊഫഷണൽ ബോഡീസ്, റെഗുലേഷൻസ് ഓഫ് ഗവൺമെൻറ് എറ്റ്സെട്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗൈഡ് ലൈൻസും റൂൾസും ഒക്കെ ഇല്ലേ, അത് യഥാർത്ഥത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം കൊണ്ടുണ്ടായി വന്നതാണ്. അതായത് എക്സ്പീരിയൻസ്, അതായത് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന്, കസ്റ്റം അല്ലെങ്കിൽ ആചരണങ്ങളിൽ നിന്ന്, അതായത് ബിസിനസ്സിൽ പിന്തുടർന്ന് പോകുന്നു വന്നിരുന്ന ചില കാര്യങ്ങൾ, ആചരണങ്ങൾ, അതേപോലെ എക്സ്പെരിമെൻറ്റിൽ നിന്ന്, ചില പരീക്ഷണങ്ങളിൽ നിന്ന്, അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പല കാലങ്ങളിലായിട്ട് അക്കൗണ്ടിങ് നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന്, വ്യക്തികൾ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന്, അതേപോലെ നിയമങ്ങളിൽ നിന്ന്, റെഗുലേഷൻസിൽ നിന്ന്, ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ റെഗുലേഷൻസിൽ നിന്നൊക്കെ ദീർഘകാല അളവിലുണ്ടായ ഒരു സംഗതിയാണ് ഈ പറയുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനിയും ഉണ്ട് അതിന് പ്രത്യേകതകൾ. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നത്, ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഓൾസോ നോൺ ആസ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്. ദി കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ് ആൻഡ് പോസ്റ്റ്ലേറ്റ്സ് ആർ ഇൻ്റർചേഞ്ചബിൾ ഇൻ നേച്ചർ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന അർത്ഥത്തിൽ സാമാന്യമായിട്ടുള്ള ചില സങ്കല്പങ്ങൾ, അതേപോലെ ചില കൺവെൻഷൻസ്, കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അസംഷനാണ്, ചില സങ്കല്പങ്ങളാണ്, അതേപോലെ ചില കൺവെൻഷനാണ്, അതായത് ചില ആചരണങ്ങൾ എന്ന് വെച്ചാൽ നേരത്തെ തന്നെ പിന്തുടർന്ന് വന്നിരുന്ന കാര്യങ്ങൾ, പണ്ട് മുതലേ നമ്മൾ പിന്തുടർന്ന് വന്ന കാര്യങ്ങളെയാണ് ഈ പറയുന്ന കൺവെൻഷൻസ് അല്ലെ കസ്റ്റം ഓർ ട്രഡീഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് ഈ പറയുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന കൺസെപ്റ്റുകളും അതേപോലെ കൺവെൻഷൻസും ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കൺസെപ്റ്റുകൾ, കൺവെൻഷൻസ് നമ്മളിനി പഠിക്കും, ഈ തുടർന്ന് വരുന്ന കാര്യങ്ങൾ പഠിക്കും. ചാപ്റ്ററുകളിൽ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴൊക്കെ പഠിക്കും ഈ പറയുന്ന കൺസെപ്റ്റുകൾ, കൺവെൻഷൻസ്, അതേപോലെ പോസ്റ്റ്ലേറ്റ്സ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കൺസെപ്റ്റുകൾ, കൺവെൻഷൻസ്, പോസ്റ്റ്ലേറ്റ്സ് ഈ പറയുന്ന ഗ്യാപ്പിൻ്റെ ഭാഗമാണ്. ഇത് കൂടാതെ വേറെ നമ്മളിപ്പോൾ പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന കുറേ പുതിയ കാര്യങ്ങളുണ്ട്. അത് ഈ പറയുന്ന ഗ്യാപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. അതിൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ മുതലേ പിന്തുടർന്ന് വന്നിരുന്ന ചില കാര്യങ്ങളാണ് കൺസെപ്റ്റുകൾ, കൺവെൻഷൻസ്, പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ, അതായത് സങ്കല്പങ്ങളും ചില ആചരണങ്ങളും ഒക്കെ. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതൊക്കെയാണ് കൺസെപ്റ്റ് എന്ന് ഒരു അക്കൗണ്ടൻ്റ് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെയാണ് കൺസെപ്റ്റുകൾ, ഏതൊക്കെയാണ് കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അക്കൗണ്ടൻ്റ് കൺസെപ്റ്റുകളായിട്ട് പറയുന്നത് വേറൊരു അക്കൗണ്ട് കൺവെൻഷനായിട്ട് പറയും. ഒരു അക്കൗണ്ടൻ്റ് കൺവെൻഷനായിട്ട് പറയുന്നത് വേറെ ചില അക്കൗണ്ടൻ്റ് കോൺസെപ്റ്റുകളായിട്ട് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് പരസ്പരം ഇങ്ങനെ മാറി ഉപയോഗിക്കാവുന്നതാണ്. അത്
പരസ്പരം തക്കതാണ്. അതായത് എന്താണ് ഇതെന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഒരു കൺസെൻസസ് ഇതിനകത്ത് കുറവാണ്. എന്താണ് എന്നുള്ള കാര്യത്തിൽ, അതായത് കൺസെപ്റ്റുകൾ, കൺവെൻഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കൺസെപ്റ്റുകളുടെ ഓരോ പേരുകൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് വിശദീകരിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഈ കൺസെപ്റ്റുകൾ എന്തെല്ലാമാണ്, കൺവെൻഷൻസ് എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ അക്കൗണ്ടന്റിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇൻ്റർചേഞ്ചബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത്, അടുത്ത ഫീച്ചറായിട്ട് നമ്മൾ പറയേണ്ടത്, ദീസ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ് ചേഞ്ചസ് വിത്ത് എക്കണോമിക്, സോഷ്യൽ ആൻഡ് ലീഗൽ എൻവയറൺമെൻറ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തത്വങ്ങളെ, നമ്മൾ ഈ പറയുന്ന ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതല്ല. ചിലതൊക്കെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതാണ്, പക്ഷേ ചിലതൊക്കെ മാറുന്നതാണ്. അപ്പോൾ അത് സ്റ്റാറ്റിക് അല്ല, അതിന് മാറ്റങ്ങൾ സംഭവിക്കാം. സാമൂഹിക, സാമ്പത്തിക, നിയമപരമായിട്ടുള്ള പരിതസ്ഥിതിയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന തത്വങ്ങൾക്ക് മാറ്റം ഉണ്ടാകാം. ഇതൊക്കെയാണ് നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ്. നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അക്കൗണ്ടിങ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്തെല്ലാമാണെന്ന് അതെന്താണെന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ഈ യഥാർത്ഥത്തിൽ ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ കൺസെപ്റ്റുകളും അതേപോലെ കൺവെൻഷൻസും അതേപോലെ ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു മേഖലയാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. കൺസെപ്റ്റുകൾ, കൺവെൻഷൻസ്, അതേപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു മേഖലയാണ് ഈ പറയുന്ന ഗ്യാപ്പ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഗ്യാപ്പ്. ഈ ഗ്യാപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് സങ്കല്പങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് എന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചില കൺസെപ്റ്റുകൾ, ചില കൺവെൻഷൻസ്, ചില പോസ്റ്റുലേറ്റ്സ്, അതാണ് ഇവിടെ ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബേസിക് അസംഷനാണ്, അല്ലെങ്കിൽ ചില അടിസ്ഥാന പ്രമാണങ്ങളും ചില സങ്കല്പങ്ങളും, അക്കൗണ്ടിങ്ങിൽ നമ്മൾ പിന്തുടരുന്ന ചില അടിസ്ഥാന പ്രമാണങ്ങളും സങ്കല്പങ്ങളും, അതാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്തിൻ്റെ ഭാഗമാണ്? നമ്മൾ പറഞ്ഞ ഗ്യാപ്പിൻ്റെ ഭാഗമാണ്. ഗ്യാപ്പ് ഒരു വലിയൊരു ടേമാണ്, വലിയ സ്കോപ്പുള്ള ഒരു ടേമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ്, ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അക്കൗണ്ടിങ്ങിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രമാണങ്ങളും സങ്കല്പങ്ങളുമാണ് നമ്മുടെ അടിസ്ഥാന അക്കൗണ്ടിങ് സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തെല്ലാമാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്ന് നമുക്കത് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ NCERTയുടെ പുസ്തകമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ ഈ പറയുന്ന ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റിനെ ഒരു 3-4 രീതിയിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ, കൺവെൻഷൻസ്, മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരുന്നു. ഈ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റിനെ തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. പിന്നെയും വീണ്ടും വർഗീകരിച്ച് കൺസെപ്റ്റ്, കൺവെൻഷൻസ്, മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് മുൻകാലങ്ങളിൽ ഉള്ള പുസ്തകങ്ങളിൽ ഇത് വീണ്ടും വർഗീകരിച്ചിരിക്കുന്നു. എന്നാൽ നമ്മളുടെ പുതിയ പുസ്തകത്തിൽ, അല്ലെങ്കിൽ പുതിയ പുസ്തകങ്ങൾ വന്നപ്പോൾ ആ പറയുന്ന ക്ലാസിഫിക്കേഷൻ, അതായത് ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ വീണ്ടും വർഗീകരിക്കുന്ന ആ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ ആ ഒരു രീതി ഇവിടെ അവസാനിപ്പിച്ചു. ഇപ്പം ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് എന്ന് ഒരു 10-12 പ്രിൻസിപ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രം മതി. അത് പിന്നെയും അതായത് ഈ പറയുന്ന പ്രിൻസിപ്പിളിനെ പിന്നീട് വീണ്ടും ഒരു ക്ലാസിഫൈ ചെയ്ത് വീണ്ടും പഠിക്കേണ്ടുന്ന ഒരവസ്ഥയിൽ അത് പലപ്പോഴും നമ്മൾക്ക് അല്പം കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മേഖലയായിരുന്നു നേരത്തെ. എന്തായാലും അത് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തെല്ലാമാണ് ഈ പറയുന്ന ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന്, കൺസെപ്റ്റുകൾ എന്ന് നമ്മൾ പഠിച്ചാൽ മാത്രം മതിയാവും. ഇവിടെ അത് പിന്നീട് വീണ്ടും രണ്ടാമതും മൂന്നാമതും ഒക്കെ ക്ലാസിഫൈ ചെയ്ത്, അതായത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ക്ലാസിഫിക്കേഷൻ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്കത് കുറച്ചും കൂടെ ലഘുവായിട്ട് പഠിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും നമ്മളുടെ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തെല്ലാം ചേരുന്നതാണ് നമ്മളുടെ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ. ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തെല്ലാമാണ് നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ നോക്കാം. അപ്പോൾ ഒന്നാമത് നമുക്ക് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി, ഒന്നാമത്തെ മണി മെഷർമെൻറ്റ്, അതേപോലെ ഗോയിങ് കൺസേൺ, അതേപോലെ വരുന്നത് അക്കൗണ്ടിങ് പീരീഡ്, അതേപോലെ കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോസർ കൺസെപ്റ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയും. ഇനിയുമുണ്ട് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പിന്നെ ഈ പറയുന്ന ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് അടുത്തത്.
കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, അതേപോലെ കൺസർവേറ്റിസം കൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, അതേപോലെ ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഇങ്ങനെ 12 കൺസെപ്റ്റുകളാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എൻറ്റിറ്റി എന്ന് വെച്ചാൽ സ്വതന്ത്രമായി നിലനിൽപ്പുള്ള എന്തിനേയും നമ്മൾക്ക് എൻറ്റിറ്റി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളും വ്യക്തികളും എല്ലാം എൻറ്റിറ്റിയാണ്. അപ്പോൾ എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സിനെ ഒരു സ്വതന്ത്ര വ്യക്തിയെ പോലെയാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിനെ സ്വതന്ത്രമായ ഒരു അസ്തിത്വമായിട്ടാണ് കണക്കാക്കുന്നത്. സ്വതന്ത്രമായി അസ്തിത്വമുള്ള ഒന്നാണ് ബിസിനസ് എന്നാണ് അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സിനെ കണക്കാക്കുന്നത്. അതായത് ബിസിനസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓണറിൽ നിന്ന് വ്യത്യസ്തമാണ്. ബിസിനസ്സിനെ ഒരു വ്യക്തിയായിട്ട് നിങ്ങളൊന്ന് കണക്കാക്കിയാൽ മതി. ഇപ്പോൾ ബിസിനസ് ഒരു വ്യക്തിയാണ്, അതിൻ്റെ ഓണർ മറ്റൊരു വ്യക്തിയാണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് ഒരിക്കലും ഒരു വ്യക്തിയല്ല എന്ന് നമുക്കറിയാം. ബിസിനസ്സിന് ജീവനില്ല, ബിസിനസ്സിന് കൈയും കാലും ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ബിസിനസ്സിന് ഒരു അസ്തിത്വമായിട്ടാണ് കണക്കാക്കുന്നത്. ബിസിനസ്സിന് സ്വതന്ത്രമായ നിലനിൽപ്പുള്ള ഒരു വ്യക്തിത്വത്തെ പോലെ, ഒരു അസ്തിത്വത്തെ പോലെ ഒക്കെയാണ് കണക്കാക്കുന്നത് അക്കൗണ്ടിങ്ങിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ്ങിൻ്റെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ബിസിനസ് സ്ഥാപനവും അതിൻ്റെ ഉടമയും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മളുടെ ബിസിനസ്സിൻ്റെ ഓണർ, ബിസിനസ്സിൻ്റെ ഉടമയുടെ അസറ്റുകൾ, ലയബിലിറ്റീസ്, വ്യക്തിപരമായിട്ടുള്ള അസറ്റുകളും ലയബിലിറ്റീസ്, അതായത് ആസ്തികളും ബാധ്യതകളും. ഇപ്പോൾ ഒരു ഉടമയ്ക്ക്, ഒരു ബിസിനസ്സിൻ്റെ ഉടമയ്ക്ക് ബിസിനസ് ആസ്തികൾ ഉണ്ടാവല്ലേ? നമ്മളിപ്പോൾ ഒരു ഉടമയാണെന്ന് വെക്കുക ബിസിനസ്സിന്, നമുക്ക് കടയും കടയിലിരിക്കുന്ന സാധനങ്ങളും മെഷീനറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അത് എന്താണ് കരുതുന്നത്? ബിസിനസ്സിനെ സംബന്ധിച്ച് അത് ബിസിനസ്സിൻ്റെ ആസ്തികളാണ്, ബിസിനസ്സിൻ്റെ വസ്തുക്കളാണ്. ഇനി ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഗതികളുണ്ട്. സ്വന്തമായിട്ട് വീട്, സ്വന്തമായിട്ടുള്ള കാറ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമ്മൾ ഉടമയാണെങ്കിൽ നമുക്ക് സ്വന്തം വീടും സ്വന്തം കാറും ഒക്കെ ഉണ്ടാവും. അത് നമ്മളുടെ സ്വന്തം പേഴ്സണൽ ആസ്തിയാണ്, വ്യക്തിപരമായിട്ടുള്ള ആസ്തിയാണ്. അതൊരിക്കലും ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ബിസിനസ്സിൻ്റെ റെക്കോർഡിൽ എഴുതി വെക്കില്ല. അപ്പോൾ ബിസിനസ്സിൻ്റെ ബുക്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഓണറുടെ, ഉടമയുടെ വ്യക്തിപരമായിട്ടുള്ള ആസ്തികളും ബാധ്യതകളും എഴുതി വെക്കില്ല. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ആസ്തികളും ബാധ്യതയും വ്യക്തിയുടെ പ്രൈവറ്റായിട്ടുള്ള, വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടിൽ എഴുതി വെക്കാനും പാടില്ല. അപ്പോൾ ബിസിനസ് വേറെ, വ്യക്തി വേറെ എന്നുള്ളതാണ്. അതെങ്കിൽ എൻ്റെ ഉടമ വേറെ, ബിസിനസ് വേറെ, അത് നടത്തുന്ന ഉടമ വേറെ എന്നുള്ള സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുമല്ലോ, നമ്മൾ പറഞ്ഞു അല്ലേ? ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന റിസോഴ്സസ്, അതായത് ഓണർ അല്ലെങ്കിൽ ഉടമ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന റിസോഴ്സിനെ എന്താ നമ്മൾ പറയുന്നത്? ക്യാപിറ്റലാണ്. പണമോ മറ്റുള്ള എന്ത് വസ്തുക്കളോ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനെ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉടമ കൊടുക്കുന്ന ക്യാപിറ്റലിനെ ഉടമ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ടാണ് കാണുന്നത്, ബിസിനസ് ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഉടമ എന്ന സ്വതന്ത്ര വ്യക്തി ബിസിനസ് എന്ന് പറയുന്ന സ്വതന്ത്ര വ്യക്തിക്ക് ഒരു കടം കൊടുക്കുന്നതായിട്ടാണ് ഈ ക്യാപിറ്റലിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ അഥവാ മൂലധനം കടമൊന്നും അല്ല എന്ന് നമുക്കറിയാം അല്ലേ? പക്ഷേ ഇവിടെ എന്താ നമ്മൾ സങ്കല്പിക്കുന്നത്? അക്കൗണ്ടിങ്ങിൽ എന്താ സങ്കല്പിക്കുന്നത്? ഉടമ അത് ബിസിനസ്സിന് കടം കൊടുത്തതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ബാധ്യതയാണ് ക്യാപിറ്റൽ. യഥാർത്ഥത്തിൽ ബിസിനസ്സിൻ്റെ ബാധ്യത ആയിട്ടാണ് ക്യാപിറ്റലിനെ കണക്കാക്കുന്നത്. ഒരിക്കലും ബാധ്യത അല്ലെങ്കിൽ പോലും അക്കൗണ്ടിങ്ങിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ ബാധ്യതയാണ്. ഉടമയാണത് കൊണ്ടുവരുന്നതെങ്കിൽ പോലും ബിസിനസ്സിനെ സംബന്ധിച്ച് അത് ബാധ്യതയാണ്. എന്താ കാര്യം? ബിസിനസ്സും ഓണറും രണ്ടാണ് എന്നുള്ള ഒരു സങ്കല്പം. ബിസിനസ്സിനും ഓണറിനും തമ്മിൽ അങ്ങനെ അത് രണ്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന രണ്ട് സംഗതികളാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഓണർ കൊടുക്കുന്ന ക്യാപിറ്റലിനെ ബിസിനസ്സിൻ്റെ ബാധ്യതയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ബിസിനസ് അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഉടമ, ഇത് രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള എൻറ്റിറ്റിയാണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്.
രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ബിസിനസ് തുടങ്ങുന്നത് ഉടനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അല്ലേ? ബിസിനസ് ഒരു അനിശ്ചിത കാലത്തേക്ക്, ഒരു ദീർഘകാലത്തേക്ക് തുടരും എന്നുള്ളതാണ്. അതായത് ബിസിനസ് തുടർന്നുകൊണ്ടേ പോകും. അതൊരു നിശ്ചിത കാലമൊന്നുമില്ല, അതൊരു കുറേയധികം കാലത്തേക്ക്, ഒരു ദീർഘകാലത്തേക്ക് തുടരുന്നതാണ്, തുടരാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് നിലനിൽക്കുന്നത് എന്നുള്ള സങ്കല്പമാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ ബിസിനസ് ഒരു വർഷം കൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നതല്ല, മറിച്ച് ബിസിനസ് ഇങ്ങനെ ദീർഘകാലയളവിൽ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അസറ്റുകൾ ഉണ്ടാകുന്നതും ഈ അസറ്റുകളെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരുന്നതും. ബാലൻസ് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പത്രമാണ്, നമ്മളിനി പഠിക്കും. ബിസിനസ്സിൻ്റെ ഒരു പീരീഡിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവസാനം ബിസിനസ്സിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് കാണിക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബിസിനസ്സിന് എന്താണ് ബാക്കിയുള്ളത്, ബിസിനസ്സിൽ എത്രമാത്രം ആസ്തി ബാക്കിയുണ്ട്, ബിസിനസ്സിന് എന്തുമാത്രം ബാധ്യതയുണ്ട്, ഇത് കാണിക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിലേക്ക് അസറ്റും അതേപോലെ തന്നെ മറ്റുള്ള ലയബിലിറ്റീസും ഒക്കെ കൊണ്ടുപോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്ന ബിസിനസ് ദീർഘകാലത്തേക്ക് തുടരുമെന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പണം മുടക്കുന്നുണ്ടല്ലേ. അപ്പോൾ പണം മുടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു എക്സ്പെൻസ് തന്നെയാണ്, അല്ലേ? പണം മുടക്കുമ്പോൾ അതൊരു എക്സ്പെൻസ് തന്നെയാണ്. പക്ഷേ അസറ്റ് വാങ്ങുന്ന എക്സ്പെൻസിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എടുക്കാത്തതിന് കാരണം ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്, അല്ലേ? നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് വാങ്ങുന്നു. ബിൽഡിംഗ് വാങ്ങുമ്പോൾ നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്? ബിൽഡിംഗ് വാങ്ങുമ്പോൾ ബിൽഡിങ്ങിനെ നമ്മളൊരു അസറ്റായിട്ട്, ആസ്തിയായിട്ട് കണക്കാക്കണം. നമ്മൾ നേരത്തെ ഫിക്സഡ് അസറ്റുകളെ കുറിച്ചൊക്കെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. ഫിക്സഡ് അസറ്റ് എന്തൊക്കെ വരും? ലാൻഡ് വരും, ബിൽഡിംഗ് വരും, മെഷീനറി വരും. നിങ്ങൾ ഓർക്കുന്നുള്ളൂ, ദീർഘകാലയളവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആസ്തികളാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ആ ഫിക്സഡ് അതിനെ എന്തുകൊണ്ടാണ് അസറ്റ് എന്ന് വിളിക്കുന്നത്, ആസ്തികളെന്ന് വിളിക്കാൻ കാരണം ബിസിനസ് ദീർഘകാലം നിലനിർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിനെ ആസ്തികളെന്ന് വിളിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ബിസിനസ് ഒരു വർഷം കൊണ്ട് തീർന്നു പോകുന്നുള്ള ബിസിനസ് അവസാനിക്കുന്നു എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ ഉടനെ തന്നെ ബിസിനസ് അവസാനിക്കും, ഒരു വർഷം കാലത്തിനകത്ത് തന്നെ ബിസിനസ് അവസാനിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും ആസ്തികളായിട്ട് കണക്കാക്കില്ല, അതിനെ എക്സ്പെൻസ് ആയിട്ടേ കണക്കാക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ ലോങ് ടൈം ആയിട്ടുള്ള ഇങ്ങനെയുള്ള മെഷീനറിയെയും അതേപോലെ നമ്മുടെ ബിൽഡിങ്ങിനെയും ലാൻഡിനെയും ഒക്കെ ആസ്തികളായിട്ട് കണക്കാക്കുന്നത്? ബിസിനസ് ദീർഘകാലം നിലനിൽക്കും എന്നുള്ള ആ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം നമ്മളതിൻ്റെ ഒരു ഉദാഹരണത്തോടെ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങുന്നു, ഒരു യന്ത്രസാമഗ്രി വാങ്ങുന്നു, 50,000 രൂപ എടുത്ത് വാങ്ങുന്നു. 50,000 രൂപ എടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതെന്താണെങ്കിൽ 50,000 രൂപയുടെ അസറ്റ് വന്നു എന്നാണ് പറയുന്നത്. അതിപ്പോൾ 5 വർഷം ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ 50,000 രൂപയുടെ ആസ്തി നിങ്ങൾ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വർഷം ഉപയോഗിച്ചു എന്ന് നോക്കുക, 10,000 രൂപ. അപ്പോൾ നമുക്കറിയാം 5 വർഷമാണ് ഈ മെഷീനറി ഉപയോഗിക്കാൻ പറ്റുക, 5 വർഷമാണ് ഒരു മെഷീനറി ആയുസ് എന്ന് കരുതുക. അങ്ങനെയാണ് ഓരോ വർഷവും നമുക്ക് എത്രമാത്രം മെഷീനറിയിൽ നിന്ന് നഷ്ടപ്പെടും, തേഞ്ഞ് തീർന്നു പോകും. ആ തേഞ്ഞ് തീർന്നു പോകുന്നതിനെയാണല്ലോ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഡിപ്രീസിയേഷൻ എന്ന് നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അതായത് നമ്മളിപ്പോൾ മെഷീനറി 5 വർഷത്തേക്ക് ഉപയോഗിക്കാമെങ്കിൽ ഓരോ വർഷവും മെഷീനറിയിൽ നിന്ന് എത്ര രൂപ നഷ്ടപ്പെടും? 10,000 രൂപ വെച്ച് നഷ്ടപ്പെടില്ലേ? അപ്പോൾ ഈ 10,000 രൂപ എന്ന് പറയുന്നതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. ഈ ഡിപ്രീസിയേഷനെ നമ്മൾ ചിലവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ മെഷീനറി വാങ്ങുന്നതിൻ്റെ എമൗണ്ട് നേരത്തെ പറഞ്ഞ 50,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ആസ്തിയുടെ ഭാഗമാണ്. പക്ഷേ ഓരോ വർഷവും ഈ ആസ്തി ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? ഉപയോഗിച്ച് തീർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആസ്തി ഉപയോഗിച്ച് അങ്ങനെ ആസ്തിയുടെ ആ തേയ്മാനത്തെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ആ ഡിപ്രീസിയേഷൻ നമ്മളെ സംബന്ധിച്ച് ചിലവാണ്. പക്ഷേ ആസ്തി വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ദീർഘകാലയളവിലുള്ള ആസ്തി വാങ്ങുമ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ എന്തായിട്ട് കണക്കാക്കില്ല, ചിലവായിട്ടല്ല കണക്കാക്കുന്നത്, ആസ്തിയായിട്ട് തന്നെ കണക്കാക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദീർഘകാല അളവിലുള്ള ഈ ചിലവുകൾ? യഥാർത്ഥത്തിൽ ഈ ആസ്തികളെന്ന് പറയുന്നത് ദീർഘകാല അളവിലുള്ള ചിലവുകളാണ്, അല്ലേ? 5 വർഷത്തേക്കുള്ള ചിലവാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ മെഷീനറി. 5 വർഷത്തെ ഉപയോഗിക്കാവുന്ന ഒരു മെഷീനറി എന്ന് വെച്ചാൽ നിങ്ങൾ 5 വർഷത്തേക്കുള്ള നിങ്ങളുടെ ചിലവാണ്. അങ്ങനെ ദീർഘകാല അളവിലുള്ള ആ ചിലവിനെ യഥാർത്ഥത്തിൽ നമ്മൾ അസറ്റായിട്ട് കണക്കാക്കാനുള്ള കാരണം എന്താണ്? ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അസറ്റുകൾ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ കാണിക്കാൻ, അസറ്റായിട്ട് കാണിക്കാനുള്ള കാരണം എന്താണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയുന്നത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. അത് ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതായത് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാവുന്ന, രേഖപ്പെടുത്താവുന്ന സംഗതികൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുകയുള്ളൂ. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ അളക്കാൻ സാധിക്കുന്ന സംഗതികൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ നമ്മൾ രേഖപ്പെടുത്തുള്ളൂ. അല്ലാത്ത സംഗതികളൊന്നും നമ്മൾ രേഖപ്പെടുത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പിന്നെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു, മറ്റുള്ള ചിലവുകൾ
ഇതൊക്കെ എന്ന് വെച്ചാൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താം. അപ്പോൾ അതെല്ലാം നമ്മൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തും. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനാകാത്ത കാര്യങ്ങൾ രേഖപ്പെടുത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തൊഴിലാളി വരുന്നു, പുതിയ മാനേജർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നു, അതൊന്നും നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബുക്കിൽ എഴുതി രേഖപ്പെടുത്താൻ പറ്റത്തില്ല. അതായത് തൊഴിലാളിയുടെ കഴിവ് നമുക്ക് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാവുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എഴുതി ചേർക്കുകയുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പറയുന്നത്.